Hello, welcome back to Ladies Planet. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപയർ കൊണ്ട് ചെയ്യാവുന്ന ഒരു പലഹാരമാണ് ട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റേഷൻ കടയിലെ കിറ്റിൽ ഒരുപാട് ചെറുപയർ ഉണ്ട് അതെന്താ ചെയ്യാന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ചെറുപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 പീസ് ശർക്കര 1 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ട്ടോ. ആദ്യം നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുകയാണ്. ശർക്കരപ്പാനി റെഡിയായി കഴിഞ്ഞാൽ ഇതൊന്ന് അരിച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിലുള്ള അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വേവിച്ചെടുത്ത ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയും 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ട് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇതൊന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതൊന്ന് ടൈറ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയിലയിൽ ഇത് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വാഴയിലൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബോളാക്കി വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഗോതമ്പ് പൊടി മുഴുവനായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആവി കയറ്റിയെടുക്കുമ്പോൾ മുഴുവനായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഷേപ്പിലുള്ള പലഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ചക്ക കൊണ്ടും നേന്ത്രപ്പഴം കൊണ്ടും ഒക്കെ ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപയർ കൊണ്ടാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് ഇതുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ചെറുപയർ കൊണ്ടുള്ള പലഹാരമാണ്. ഞാനൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്